السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمد الله ونستعين ونصلي على حبيبه المصطفى وآله وأصحابه الشرف. أما بعد. വളരെ സമാദരണീയരായ ആദരണീയരായ ഉലമാക്കളെ, സഹോദരങ്ങളെ, മുത്തഅല്ലിമീങ്ങളെ, വളരെ വൈജ്ഞാനികവും ആഹ്ലാദകരവുമായ ഈ സന്ദർഭം, ഈ സംഗമം സർവശക്തനായ അള്ളാഹു നമ്മിൽ നിന്നും അവൻ ഇഷ്ടപ്പെട്ട, പൊരുത്തപ്പെട്ട ഇഹലോകത്തും പരലോകത്തും പ്രയോജനകരമായ അമലായി കബൂൽ ചെയ്യട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ വിവിധ വശങ്ങളാണ്, അതിൻ്റെ ആനുകാലികമായ പാരിപ്രേക്ഷ്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ സ്വർഗവുമായി ബന്ധപ്പെട്ട ഒരാശയം നമ്മുടെ വിശ്വാസ ശാസ്ത്രത്തോടും വിശുദ്ധ ഖുർആനിൻ്റെ ആത്മജ്ഞാനികളായ മുഫസ്സിറുകളോടും യോജിക്കുന്ന തരത്തിൽ, അതേ സംബന്ധിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന നിർമ്മിതമായ ആരോപണങ്ങളുടെ മറുപുറം കൂടി അനാവൃതമാവുന്ന തരത്തിൽ പറയുക എന്നുള്ളതാണ്, പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ദൗത്യം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനിൻ്റെ എഴുജാസുകൾ പല തരത്തിൽ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. സ്വർഗം നമ്മുടെ വിനോദവുമായും ആനന്ദവുമായും ആസ്വാദനവുമായൊക്കെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഖുർആൻ അവതീർണമാകുന്ന കാലഘട്ടം ഏകദേശം ക്രിസ്തബ്ദം 609-ൻ്റെയും 632-ൻ്റെയും ഇടയിലാണ്. അതിൻ്റെ ക്രൊണോളജി ഈ ഘട്ടത്തിൽ നമ്മുടെ ചർച്ചാ വിഷയമല്ല. ആ കാലയളവ് ലോകത്തെ സാമൂഹിക സാങ്കേതിക പുരോഗതി എത്രത്തോളമായിരുന്നു എന്ന് നമുക്കറിയാം. മനുഷ്യരുടെ വിനോദസങ്കല്പം, ആനന്ദസങ്കല്പം വികസിക്കണമെങ്കിൽ അതിനാവശ്യമായ പാശ്ചാത്തല സാങ്കേതികത കൂടി വികസിക്കേണ്ടതുണ്ട്. കാളവണ്ടിക്ക് ചക്രം കണ്ടുപിടിക്കാത്ത കാലമെന്ന് പറയാൻ പറ്റുന്നൊരു കാലം നമുക്കും, ആളുകൾ കാൽനടയായും കഴുതപ്പുറത്തും കുതിരപ്പുറത്തുമൊക്കെ പോയി വന്നിരുന്ന ഗമനാഗമന സൗകര്യങ്ങളെ ഇല്ലാതിരുന്ന കാലം നമ്മുടെ നാടിൻ്റെ പുറത്തും നിലനിന്നിരുന്നൊരു ഘട്ടത്തിൽ മനുഷ്യരുടെ വിനോദ തൃഷ്ണകളെ സംതൃപ്തിപ്പെടുത്തുന്ന ആശയങ്ങൾ ഖുർആൻ സ്വർഗത്തിൻ്റെ വിവരണങ്ങളായി മുന്നോട്ട് വച്ചു. കാലം അവിടെ നിന്ന് കാൽനടയായി സഞ്ചരിച്ച മനുഷ്യൻ സ്പേസ് എക്സിലേക്ക് പോകുന്നിടത്തേക്ക് വരെ എത്തി. അത് വികസനമാണോ അവികസനമാണോ എന്നുള്ളത് മറ്റൊരു ചർച്ച. അപ്പോഴും ഖുർആൻ കാലങ്ങൾക്ക് മുമ്പേ മുന്നോട്ട് വച്ച വിനോദസങ്കല്പം അതേ അർത്ഥത്തിൽ തന്നെ ആകർഷണീയമായി വാക്കിയാവുകയാണ്. അതാണ് അതിൻ്റെ ഒരു ചാരുത, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചന്തം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, എവല്യൂഷണറി സൈക്കോളജി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് മനുഷ്യൻ നിരന്തരം ആലോചിച്ചു കൊണ്ടേയിരിക്കും. അത് അതിജീവനത്തിൻ്റെ പ്രേരണയായി, പ്രചോദനമായി വർത്തിക്കുന്ന ഒരു പ്രകൃതി സത്യമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ്? ഖുർആൻ സ്വർഗത്തെ സംബന്ധിച്ച് പറയുന്ന ആശയങ്ങളാണ് ഈ പറയുന്ന എവല്യൂഷണറി സൈക്കോളജി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും. ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ റളിയല്ലാഹു അൻഹും വറളു അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബ. ഒരു ഉദാഹരണത്തിന് ആയത്ത് കൊണ്ടുവന്നതാണ്. എന്താണ് അവരുടെ പ്രതിഫലമെന്നറിയുമോ? അവരുടെ പ്രതിഫലത്തിൻ്റെ ആദ്യം തന്നെ പറയുന്നത് ഇൻദ റബ്ബിഹിം, അവരുടെ തേട്ടത്തിൻ്റെ ഉത്തരമായ, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യത്തിൻ്റെ പരമാവധിയായ രക്ഷിതാവിൻ്റെ സാമീപ്യമാണ് ആത്യന്തികമായ പ്രതിഫലം.
അതുണ്ടെങ്കിലേ അതൊരു ആനന്ദകരമായി മാറുന്നുള്ളൂ. അള്ളാഹുവിൻ്റെ അരികെ ഒരിടം ഉണ്ടാവുക, പുണ്യനബിയുടെ മുറാഫക്കത്തും മഴയത്തും അള്ളാഹുവിൻ്റെ ലിക്കാവും എന്ന് നാം മറ്റൊരു ഭാഷയിൽ പറയുന്നതിൻ്റെ ഖുർആനികമായ ആശയമാണ് ഇൻദല്ലാ എന്ന ഒരു പ്രയോഗം, ഇൻദ റബ്ബ് എന്ന ഒരു പ്രയോഗം. അതാണ് ആത്യന്തികമായി അവകാശികളുടെ സ്വർഗപ്രവേശം സാധിക്കുന്നവരുടെ പരമമായ ആനന്ദം. ഈ ഇസ്ലാം വിമർശകർ ഉന്നയിക്കുന്നത് പോലെ പാൽപ്പുഴയോ അല്ലെങ്കിൽ തേൻപുഴയോ ഉടലുടയാത്ത ശരീരങ്ങളോ അതിൻ്റെ അനുബന്ധമായി വരുന്ന കൗതുകങ്ങളാണ്. ഇതുണ്ടെങ്കിലേ അതൊക്കെ ആനന്ദദായിയായി മാറുന്നുള്ളൂ. ഇതില്ലെങ്കിൽ അതൊന്നും ആനന്ദദായി അല്ല. ഇൻദ റബ്ബിഹിം, അള്ളാഹുവിൻ്റെ അരികെ അവർക്കുള്ള പ്രതിഫലം ജന്നാത്തു അദിനിൻ, അദിൻ എന്ന് പറയുന്ന ഒരു തോട്ടമാണ്. ആ തോട്ടത്തിൻ്റെ പ്രത്യേകത തെജരീമിൻ തഹ്തിഹൽ അൻഹാർ, അടിഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളാണ് ആ അദിൻ തോട്ടം. ഖാലിദീന ഫീഹ, അവരവിടെ പൗരത്വമുള്ളവരായിരിക്കും. അഭയാർത്ഥികളോ അവിടെ റെഫ്യൂജീസോ ഹോസ്റ്റേജീസോ അല്ലെങ്കിൽ അവിടെയുള്ള അതിഥികൾ പോലുമല്ല, അവിടെ അവർ പൗരത്വമുള്ളവരായിരിക്കും. ശാശ്വതീകത്വമുള്ളവർ എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് പോവേണ്ടി വരുന്ന ഒരു ഭീഷണമായ ഒരു സ്ഥിതി അവിടെ ഇല്ല. പിന്നെയോ ഖാലിദീന ഫീഹ, അവർക്ക് റളിയല്ലാഹു അൻഹും വറളു അൻ, അള്ളാഹുവിനെ അവര് മതി. കുറെ കാലം കഴിഞ്ഞാൽ അവരെ മാറ്റി പുതിയൊരു വിഭാഗത്തെ കൊണ്ടുവരില്ല. എന്നാൽ അവിടെ പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാർക്കോ നിരന്തരം സമ്പർക്കപ്പെട്ടാലും സാമീപ്യപ്പെട്ടാലും അള്ളാഹുവിനെയും പുണ്യനബിയെയും അടുക്കുമോ? അതുമില്ല. അവർക്കും അന്നന്ന് ആശ പെരുകുന്ന അതിർപ്പങ്ങളാണ് അള്ളാഹുവും അള്ളാഹുവിൻ്റെ ഹബീബും. പിന്നെയോ റളിയല്ലാഹു അൻഹും വറളു അൻ ദാലിക ലിമൻ ഖശിയ റബ്ബ, ഇവിടെ നിന്ന് കുറച്ചൊക്കെ മാനസികമായി പ്രയാസം അനുഭവപ്പെടുക എന്നുള്ളതാണ് പേടി, ഭയം. അള്ളാഹുവിനോടുള്ള ഭയം എന്ന് പറഞ്ഞാൽ ഭവ്യതയാണ്. കള്ളൻ പോലീസിനെ പേടിക്കുന്ന ആ പേടിയല്ല. എങ്കിലും അതൊരു തരം സമ്മർദ്ദമായതിനാൽ ഈ സമ്മർദ്ദം സഹിക്കുന്നതിൻ്റെ മറുപുറം അതാണ് ഞാൻ എൻ്റെ വിഷയത്തിൽ ഉന്നയിക്കാൻ അല്ലെങ്കിൽ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നത്. അവിടെ എണ്ണി ആ കാര്യങ്ങൾ നോക്കൂ. ഒന്ന്, ആത്യന്തികമായ ഡെസ്റ്റിനേഷൻ നമ്മുടെ ഒരു തേട്ടമാകണം. അള്ളാഹുവും റസൂലും ആണ് വാസ്തവത്തിലെ സ്വർഗം. വാസ്തവത്തിൽ അതാണ് സൂഫികൾ പരിചയപ്പെടുത്തുന്ന സ്വർഗം. ആ സ്വർഗ ചിത്രീകരണമാണ് വാസ്തവത്തിൽ നാം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? ഇവിടെ ഇസ്ലാമിൻ്റെ ഈ കൺസെപ്റ്റിനെ കുറിച്ച് തെറ്റിദ്ധാരണ പടരുന്നത് സ്വർഗം എന്ന് പറഞ്ഞാൽ അതൊരു ദുബൈ മാളോ അല്ലെങ്കിൽ ലുലു മാളോ, അങ്ങനെ ഒരു പകിട്ടാർന്ന ഒരു സ്ഫടിക സമാനമായ കൊട്ടാരത്തിൻ്റെ പേരാണ് സ്വർഗം എന്ന് ആക്കി തീർത്തിരിക്കുന്നു. വാസ്തവത്തിൽ സ്വർഗം ഒരു സിവിലൈസേഷനാണ്, സ്വർഗം ഒരു നാഗരികതയാണ്, സ്വർഗം ഒരു സാധാരണ പോലെയുള്ള ഒരു മനുഷ്യ സംസ്കാരത്തിൻ്റെ ഒരു ശൃംഖലയാണ് സ്വർഗം. പക്ഷെ അതിൻ്റെ ഒരു മാക്സിമം ആനന്ദം ഈ പറയുന്നത് പോലെ കാത്തിരിക്കുകയും ആ കാത്തിരിപ്പിനൊടുവിൽ കരഗതമാവുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ലിഖാ ആണ്. അത് വിശുദ്ധ ഖുർആനിൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ കാണാം. ഈ ഫിർഔനിന്റെ പത്നി മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹയെ ഉദ്ധരിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നുണ്ടല്ലോ, കോടിക്കണക്കിന് ദുആ വാസ്തവത്തിൽ അള്ളാഹുവിൻ്റെ നേരെ ഉയർന്നു, അനുദിനം അനുനിമിഷം ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അതിൽ ചില ദുആയെ മാത്രമാണ് അള്ളാഹു കഥയിലെടുക്കുന്നത്, ഖുർആനിലെടുക്കുന്നത്. അള്ളാഹു ഖുർആനിൽ എടുത്ത ഒരു ദുആ നോക്കൂ. ലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. ഫിർഔനിന്റെ പത്നി വിശ്വാസികൾക്ക് എക്കാലത്തേക്കുമുള്ള ഒരു മാതൃകാ ബിംബമാണ്. അള്ളാഹു അങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നു. എന്താണ് അവരുടെ പ്രത്യേകത? എന്താണ് അവരുടെ യോഗ്യത? ഇത് ഖാലസ്, ആ മഹദി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച സന്ദർഭം ശ്രദ്ധേയമത്രേ. ആ സന്ദർഭത്തിന്റെ നിമിഷമുദ്രയാണ് അള്ളാഹു മെറിറ്റിൽ സ്വീകരിച്ചത്. എന്താണ് അവർ ഉരുവിട്ട ആ ദുആ? എന്താണ് ആ പ്രാർത്ഥന? റബ്ബിബ്നി ലീ, എനിക്ക് വേണ്ടി നീ കെട്ടിത്തായോ, ബൈത്തൻ റബ്ബിബ്നി ലീ ഇൻദക, നിന്റെ അരികെ എനിക്ക് നീ കെട്ടിത്തായോ, ബൈത്തൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു ഭവനം. അതായത് നാം സാധാരണഗതിയിൽ കുറച്ചു സ്ഥലവും തോട്ടവും ഒക്കെ എടുക്കുമ്പോൾ പറയും, ഞാൻ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നത് റോഡ് സൈഡിലാണ്, പള്ളിയുടെ അരികെയാണ്, അങ്ങാടിയുടെ അടുത്ത് തന്നെയാണ്, വലിയ പ്രയാസമില്ല. അതേപോലെ ആസിയ ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ആസിയ ബീവി സ്വർഗത്തിന്റെ സ്വർഗമായി കാണുന്നത് അള്ളാഹുവിന്റെ അരികെ ഒരു ഭവനം ഉണ്ടാവുക എന്നുള്ളതാണ്. സ്വർഗത്തിന്റെ എവിടെയെങ്കിലും ഒരു ഭവനം എന്നുള്ള ഒരു കാൽപ്പനികത പോലുമല്ല. നിന്റെ അരികെ ആവുമ്പോൾ മാത്രമാണ് ആ ഭവനത്തിന് ഭംഗിയുണ്ടാവുന്നത്.
ആ ഒരു വാക്കുള്ളത് കൊണ്ടാണ് ആസിയ ബീവിയുടെ ആ ദുആ ഖുർആൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. അത് ഖുർആനിന്റെ പൊതുവായ ഒരു പൊതുവായ ശൈലിയായിട്ട് നമുക്ക് നിരന്തരം പല ആയത്തുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത് നോക്കൂ, തോട്ടം എന്ന വാക്കാണ് അതിൻ്റെ ജന്നാത്തു അതിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നത്. ഈ തോട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഞാൻ തുടക്കത്തിൽ ഈ എവല്യൂഷണറി സൈക്കോളജിയെ കുറിച്ച് പറഞ്ഞു. മനുഷ്യന്റെ മനസ്സിനെ തരളിതമാക്കുന്ന പ്രകൃതി രമണീയമായ ഹരിതാഭമായ മാമലകൾ പച്ചപ്പട്ടുടുത്ത വയലേലകൾ കൗതുകമാർന്ന ശീതളിമയണിഞ്ഞ അത്തരം ഒരു ദൃശ്യഭംഗി ഏതൊരു മനുഷ്യന്റെയും മനംമടുപ്പിനെ മാറ്റാൻ പര്യാപ്തമായതാണ്. ഇവിടെ നിങ്ങൾക്ക് ആ സ്വർഗത്തിൽ ലഭിക്കാൻ പോകുന്നത് ഹരിതാഭമായ തോട്ടങ്ങളാണ്. ലോകത്ത് നാം മരുഭൂമി കൂടുതലുള്ള ഒരു രാജ്യത്തേക്ക് പോയി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുകയാണെങ്കിലും നമ്മളെ സ്വീകരിക്കുന്ന വെൽക്കം ബോർഡുകളിൽ ആ നാട്ടുകാർ പോലും ഡിസ്പ്ലേ ചെയ്യുക ആ പ്രദേശത്തുള്ള ഏതെങ്കിലും പൂന്തോട്ടങ്ങളും ഏതെങ്കിലും അതേപോലെയുള്ള ഹരിതാഭമായ കേന്ദ്രങ്ങളുമായിരിക്കും. കാരണം 2, 3, 4 മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് മുഷിഞ്ഞവന്റെയും മനസ്സിനെ ഒന്നുകൂടി എനർജറ്റിക് ആക്കാൻ ഈ പച്ചപ്പനാണ് സാധിക്കുക. അതുകൊണ്ടാണ് ചോറ് തിന്നാൻ കൂട്ടാക്കാത്ത കുട്ടിയോട് ഉമ്മ ഈ തെങ്ങിന്റെ മുകളിലേക്ക് നോക്കാൻ പറഞ്ഞിട്ട് ചോറ് തിന്നാൻ പറയുന്നത്, കരയുന്ന കുട്ടിയോട് മുകളോട്ട് നോക്കാൻ പറയുന്നത്. അത്തരം സംഗതികൾ ഞാനതിനെ വിശദീകരിക്കുകയല്ല. അപ്പൊ എക്കാലത്തേക്കും മനുഷ്യന്റെ ഒരു ആനന്ദ തൃഷ്ണയെ ശമിപ്പിക്കുന്ന ഇഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ തോട്ടങ്ങൾ അല്ലെങ്കിൽ പൂന്തോട്ടങ്ങൾ. ആ മനുഷ്യന്റെ മനസ്സ് ഈ പറയുന്ന ക്രിസ്തബ്ദം 609-ന്റെയും 32-ന്റെയും ഇടയിൽ എന്താണോ അത് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ജൻസഡിന്റെയും ജൻസിയുടെയും കാലത്തുള്ളത്. പിന്നെ പറഞ്ഞു ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ഞാൻ നേരത്തെ പറഞ്ഞു സ്വർഗം ഒരു സിവിലൈസേഷനാണ്. ഒരു ദിവസം നമ്മൾ പോയി ഒരു മാളിൽ പാർക്കാരല്ല സ്വർഗം എന്ന് പറയുന്നത്. ഇന്നേ വരെ മനുഷ്യന് അറിയപ്പെട്ട ചരിത്രത്തിലുള്ള ഹിസ്റ്ററിയിലുള്ള ആന്ത്രോപോളജിയിലുള്ള ഏത് മനുഷ്യന്റെ നാഗരികത എടുത്ത് നോക്കിയാലും അത് നദീതീരങ്ങളിലും സമുദ്രതീരങ്ങളിലും ജലാശയങ്ങൾക്ക് ചുറ്റിലും മാത്രമേ വികസിച്ചിട്ടുള്ളൂ. അത് ബാബിലോണിയയിലായാലും മെസപ്പൊട്ടോമിയയിലായാലും ഈജിപ്തിലായാലും മോഹൻജദാര ഹാരപ്പയായാലും അത് ചൈനീസ് ആയാലും അത് എവിടെയായാലും ഒരു നാഗരികത നടക്കണമെങ്കിൽ അവിടെ കൾട്ടിവേഷൻ സാധ്യമാകണം, അവിടെ കൃഷി സാധ്യമാകണം, ആളുകൾക്ക് കുടിവെള്ളം ഉണ്ടാകണം. ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞു. വേറെ പലതും പറയാമായിരുന്നു. തോട്ടവുമുണ്ട്. ആ തോട്ടത്തിന്റെ അരികെ നിങ്ങൾക്ക് ജലസേചനം ചെയ്യുവാനും അല്ലെങ്കിൽ ആളുകൾക്ക് നോക്കൂ ഈ കാലഘട്ടത്തിലും ഈ സ്പേസ് എക്സ് ഞാൻ കേവലം ഒരു ഭംഗി വാക്കിന് പറഞ്ഞതല്ല. ഇലോൺ മസ്കിൻ്റെയൊക്കെ ഒരു കൺസെപ്റ്റ് അടുത്ത ഒരു തലമുറയ്ക്ക് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് വേറെ ഗ്രഹങ്ങളൊക്കെ പരതുന്ന അന്വേഷിക്കുന്ന സാധ്യതകൾ ആരായുന്ന ആ കാലഘട്ടമാണ്. എങ്കിൽ കൂടിയും ആളുകൾക്ക് 2 ദിവസം ഓഫ് കിട്ടിയാൽ ആളുകൾ എങ്ങോട്ടേക്കാണ് ടൂർ പോവുക എന്ന് ചോദിച്ചാൽ കാടുള്ള പ്രദേശം ബൊളീവിയയിലേക്കും ക്യൂബയിലേക്കും അല്ലെങ്കിൽ കടപ്പുറത്തേക്കും ഒക്കെയാണ്. അത് തന്നെയാണ് ഈ ഖുർആനും പറയുന്നത്. ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അടിഭാഗത്തൂടെ ഈ അലതല്ലുന്ന അലമാലകളുള്ള അല്ലെങ്കിൽ തിരമാലയുള്ള തീരാത്ത ജല പ്രവാഹമുള്ള കേന്ദ്രങ്ങളാണ് അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത്. അതിനുശേഷമുള്ള വാക്കും കൃത്യമാണ്. നമുക്കൊരു പക്ഷേ ഗൾഫിലൊക്കെ ജീവിക്കുന്ന ആളുകൾ നമുക്കുണ്ടാകുമല്ലോ. അവർക്കൊക്കെ ഉള്ളൊരു മാനസികാവസ്ഥ ഒരു പക്ഷേ എന്തായിരിക്കും? അവിടെ കോടിക്കണക്കിന് രൂപ ഡെപ്പോസിറ്റ് ചെയ്ത വലിയ ആസ്തിയുള്ള വലിയ സമ്പന്നനായിരിക്കും. പക്ഷെ അവിടെയുള്ളൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ദിവസം രാത്രി അവിടെയുള്ള ഭരണാധികാരി വന്നിട്ട് പുതിയൊരു നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കവിടെ പൗരത്വമില്ലാത്തൊരു വിഷയമുണ്ട്. എത്ര നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ നാടിനെ സമൃദ്ധമാക്കാൻ വേണ്ടി നമ്മുടെ ആയുസ് കൊടുത്ത വ്യക്തിയാണെങ്കിലും നേരത്തിന് നേരമാകുന്നതിന് മുമ്പേ നാട്ടിലേക്ക് വിമാനം കയറി ക്യാൻസൽ അടിച്ച് ഇറങ്ങി വരേണ്ടി വരും. അതിനപ്പുറം നമ്മളൊരു വീട്ടിലേക്ക് വിരുന്നുകാരനായി പോയി എന്ന് കൂട്ടിക്കോ. വിരുന്നുകാരനാകുമ്പോഴും 1-ാം ദിവസം സമാധാനമാണ്, 2-ാം ദിവസം അത്ര സമാധാനം ഉണ്ടാവില്ല. അതൊരു തദല്ലിയായ ഒരു ഡിസെൻഡിങ് ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. 3-4 ദിവസമാകുമ്പോൾ നമുക്ക് തന്നെ തോന്നും എല്ലാ വിഭവങ്ങളും ഉണ്ട്, ചേർത്ത് പിടിക്കുന്നുണ്ട്, പുഞ്ചിരിക്കുന്നുണ്ട്. പക്ഷേ വീട്ടുകാരൻ എന്തോ ഒരു ഭാരമാകുന്നുണ്ടോ നമ്മൾ? ആ മനുഷ്യന്റെ ഒരു ആവലാതിക്ക് കൂടിയാണ് ഖുർആൻ ഉത്തരം കൊടുക്കുന്നത്. ഖാലിദീന ഫീഹ, നിങ്ങൾ അവിടെ എന്നും ഉണ്ടെന്നേ, നിങ്ങൾക്ക് അവിടെ പൗരത്വമുണ്ടെന്നേ. നമ്മുടെ ഭാഷയിലേക്ക് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ആധാറുണ്ട്, അവിടെ നിങ്ങൾക്ക് പാൻ കാർഡുണ്ട്, അവിടെ നിങ്ങൾക്ക് റേഷൻ കാർഡുണ്ട്, അവിടെ നിങ്ങൾക്ക് വോട്ടവകാശമുണ്ട്. അവിടെയുള്ള പൗരന്മാരുടെ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ഫുലാൻ ബിൻ ഫുലാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യപ്പെടും. ബേജാറാകേണ്ട കാര്യമില്ല. എത്ര മനോഹരമായിട്ടാണ് സൂക്ഷ്മമായിട്ടാണ് ഖാലിദീന ഫീഹ എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ സാങ്കത്യം ഖുർആൻ ആ ഒരു മൗലിയിൽ തന്നെ വളരെ ഒരു തദോചിതമായിട്ടുള്ള ഒരു ഇടത്ത് തന്നെ കൊണ്ടുപോയി വെക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. പിന്നെ അതിനുശേഷം പറഞ്ഞ വാക്കുകൾ ഞാൻ ആവർത്തിക്കുന്നില്ല. ഇതിന് ഈ ഒരു ആയത്ത് അവിടെ അത് പറയുന്നതിനും പ്രസക്തിയുണ്ട്. ഒറ്റ വാക്കിന് പറഞ്ഞു പോയാൽ അവർക്ക് അള്ളാഹുവിന് നമ്മളെ തൃപ്തി എന്ന് പറഞ്ഞാൽ
നിങ്ങൾ കുറെ കാലം കഴിഞ്ഞാൽ അള്ളാഹു ഡിസ്പ്ലേസ് ചെയ്യില്ല. അതും നമ്മുടെ ഒരു അങ്ങേയറ്റത്തൊരു ആശങ്കയുടെ ഭാഗം തന്നെയാണ്. ആദ്യമൊക്കെ ഓക്കെ, പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞാൽ ഏത് മുതലാളിക്കും ഉണ്ടാകും തൊഴിലാളിമാരെ ഒന്ന് മാറ്റാൻ ആഗ്രഹം. ചിലപ്പോൾ മാനേജ്മെന്റിന് തോന്നും നല്ല അധ്യാപകരാണ്, പുതിയൊരു ടീമിനെ കൊണ്ടുവന്ന് റിഫ്രഷ്മെന്റ് ചെയ്താലോ, അതവിടെ ഉദിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നോക്കൂ, ചിലപ്പോൾ ആദ്യമായി കാണാനൊക്കെ ആഗ്രഹമുള്ള വലിയ വലിയ ആൾക്കാരുണ്ടാവും, സെലിബ്രിറ്റീസ് ഉണ്ടാകും. കാറിൽ ഒന്നിച്ച് യാത്ര പോകാൻ, റെസ്റ്റോറൻറ്റിൽ ഒന്നിച്ച് ഉറങ്ങാൻ, ഒന്നിച്ച് ചോറ് തിന്നാൻ, ഒരു സെൽഫി എടുക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ പിന്നീടോ നിരന്തരം കണ്ടു തുടങ്ങിയാൽ ഭയങ്കര മടുപ്പാണ്. ആദ്യം ചെന്ന് കാണാൻ വേണ്ടി സ്വന്തമായി കാറിൽ എണ്ണയടിച്ച് ഒരു ദിവസം തന്നെ അല്ലെങ്കിൽ ദിവസങ്ങൾ കാത്തിരുന്നിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടു കിട്ടിയതാണ്. പക്ഷെ പിന്നീട് ഇങ്ങോട്ടേക്ക് ഫോൺ വന്നാലും നമ്മൾ എടുക്കില്ല. കാരണം നിരന്തരം കണ്ടപ്പോൾ ആ ഒരു ഇംപ്രഷൻ പോയി, പിന്നെ നമുക്ക് ചടപ്പായി. പക്ഷെ ആ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. ഇവിടെ അള്ളാഹുവിന്റെ ലിക്കായിന് വേണ്ടി ആളുകൾ കാത്തിരിക്കും, പുണ്യ നബിയെ കാണാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കും. സ്വർഗത്തിൽ നബിയുടെ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ നമ്മളൊരു ദുആ ചെയ്യുമ്പോൾ പോലും പറയുന്നൊരു വാക്കുണ്ട്, സ്വർഗത്തിലെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ, മെറിറ്റ് കൂട്ടി കൊടുക്കണമേ. എന്താണ് ഈ പ്രതിഫലം കൂട്ടുക, പ്രതിഫലം കുറക്കുക, പദവി കൂട്ടുക, പദവി കുറക്കുക എന്നൊക്കെ പറഞ്ഞാൽ 27 ഇരട്ടി പ്രതിഫലം ഉണ്ടാകും തലമറച്ച് നിസ്കരിച്ചാൽ. തല മറക്കാത്തതിനേക്കാൾ ഒരു ഉദാഹരണം, അല്ലെങ്കിൽ 100 ഇരട്ടിയുണ്ട്. റബീഉൽ അവ്വലിൽ അല്ലെങ്കിൽ റമദാനിൽ ഇത്ര ഇരട്ടി. എന്താണ് ഈ പറയുന്നതിന്റെ താല്പര്യം? ആ താല്പര്യം ആ ഗ്രേഡിലേക്ക് നമ്മൾ എത്തിയാൽ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലെങ്കിൽ പുണ്യ നബിയുടെ പാർപ്പിടത്തിന്റെ അരികെ നമുക്ക് എന്നും അവിടെ പാർക്കാവുന്നതാണ്. അള്ളാഹുവിനെ അധികം കാത്തിരിക്കാതെ തന്നെ കാണാൻ കഴിയുമെന്നാണ്. ഇങ്ങനെ കണ്ടേ കൊണ്ടിരുന്നാലോ അല്ലെങ്കിൽ സമ്പർക്കപ്പെട്ട് കൊണ്ടേ ഇരുന്നാലോ നമുക്ക് അവരെയും ഒരിക്കലും മഅദല്ലാഹ് വാക്കിന് പോലും പറയാൻ പറ്റില്ല, നമുക്ക് മടുക്കില്ല എന്നാണ്. പിന്നെ അവിടെയുള്ള വിശുദ്ധ ഖുർആന്റെ വേറെ ഭാഗങ്ങൾ പരിശോധിച്ചാലോ, ഏത് ലോകത്തെ ഒരു കൗതുകരമായ ഭാഗം നോക്ക്. ലോകത്തെ ഏത് ക്രൂരനായാലും, അഡോൾഫ് ഹിറ്റ്ലർ ഒരു ക്രൂരനാണോ അല്ലേ, നമുക്ക് വേറെ സംവാദ വിഷയമാണ്. ഇനി ആണെന്നാണല്ലോ പറയുന്നത്. ആ അഡോൾഫ് ഹിറ്റ്ലർ മുതൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ മനസ്സിൽ വരുന്ന എന്തൊക്കെ ക്രൂരന്മാരുണ്ടോ, ഏറ്റവും മിനിമം നമുക്ക് നിരാക്ഷേപം പറയാൻ കഴിയുന്ന ബെഞ്ചമിൻ നെതന്യാഹു, തർക്കമുണ്ടാവില്ലല്ലോ. അദ്ദേഹം മുതൽ ലോകത്ത് അറിയപ്പെട്ട ഏതേത് ക്രൂരന്മാരുണ്ടോ അവർക്കൊക്കെയുള്ള ഒരു കൗതുകകരമായ നിർമ്മലമായ ലോല വികാരത്തിന്റെ ഭാഗമായി വരുന്ന ഒരു സന്തോഷമുണ്ട്. എന്താണെന്നറിയോ? സ്വന്തം മക്കളുടെ, പേരക്കുട്ടികളുടെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ മക്കളുടെ മുടിയിഴകളിലൂടെ തലോടുക. ചെറിയ കുട്ടികളുടെ, ബാലികാ-ബാലന്മാരുടെ മൃദുല വികാരങ്ങളും അവരുടെ കളിചിരികളും കുസൃതികളും കാണുമ്പോൾ തരളിതമാകാത്ത മനസ്സില്ല. അത് ഇന്ന് നമ്മുടെ മുമ്പിൽ കാണുന്ന നമ്മളടക്കമുള്ള ആളുകളുടെ ഒരു മാനസികാവസ്ഥ അതാണ്. പക്ഷേ ഖുർആൻ അന്നും അത് പറഞ്ഞു. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് സ്വർഗത്തിന്റെ ചമൽക്കാരം വിശദീകരിക്കുമ്പോൾ ഖുർആൻ പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. ഒരിക്കൽ മരിച്ചു, ഇനി മരിക്കാത്ത കുട്ടികൾ, അവർക്ക് സർവീസ് ചെയ്യാൻ വേണ്ടി, സേവനം ചെയ്യാൻ വേണ്ടി സ്വർഗത്തിലെ വോളണ്ടിയേഴ്സാണ്. ഇവിടെയൊക്കെ ഒരുപാട് ഉത്തരങ്ങളുണ്ട്. പ്രായപൂർത്തിക്ക് മുമ്പേ ഗാസയിൽ നിന്ന്, യമനിൽ നിന്ന് വെള്ളപ്പൊക്കത്തിൽ, ഉരുൾപൊട്ടലിലൊക്കെ മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങൾ എന്തേ ചെയ്തു എന്ന് ചോദിച്ചാൽ അവരെ സ്വർഗത്തിന്റെ വാളണ്ടിയേഴ്സ് ആക്കാൻ അള്ളാഹു കുറച്ച് നേരത്തെ കൊണ്ടുപോവുകയായിരുന്നു. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. ഈ കുഞ്ഞുങ്ങൾ ഒരു തളികയിൽ, രാജാക്കന്മാരെ സ്വീകരിക്കുന്നതിന്റെ ഒരു ചിത്രമുണ്ടല്ലോ, ഒരു തളികയിൽ പഴങ്ങളും പൂക്കളും ഒക്കെയായി സ്വീകരിക്കും. അതാണ് ഖുർആൻ അതിന്റെ ബാക്കിയിൽ പറയുന്നത്. ഫീ സിദ്രിൻ മഖ്ലൂദ് വതൽഹിം മൻലൂദ് വദല്ലിം മംദൂദ് വമാഇൻ മസ്കൂബ് വഫാകിഹത്തിൻ കസീറ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ വഫുർഷിൻ മർഫൂഅ ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറ ഉർബൻ അത്റാബ ഇലഹ്. അപ്പൊ നമ്മളത് മുഴുവനും പരിശോധിച്ചാൽ എന്തേ കാണുവാൻ കഴിയുന്നത്? ഞാൻ ഷോർട്ടാക്കുന്നു. 1400 കൊല്ലം മുമ്പ് എന്താണ് ഖുർആൻ വിനോദ സങ്കല്പമായി പറഞ്ഞത്? ആ പഴങ്ങളുടെ ഘടന പോലും നോക്കൂ. തൽഹുൻ മംലൂദ് എന്നൊക്കെ പറഞ്ഞാൽ നീന്തർപ്പഴം എന്നാണ് അതിന്റെ ഏറ്റവും മുത്തമതായ ഒരു വ്യാഖ്യാനം, മൗസാണ്. ഇന്നും അന്നും നമ്മൾ ഹംസദളയന്തിയുടെ കഥ വായിച്ചാലും, കാളിദാസന്റെ കഥ വായിച്ചാലും, പണ്ടൊരു നാട്ടിൽ രാജാവ് ഉണ്ടായിരുന്നു എന്ന ബാലമംഗളത്തിലെ കഥ വായിച്ചാലും, രാജകൊട്ടാരത്തിന്റെ ദർബാറിലുള്ള അവിടെയുള്ള അലങ്കാരത്തിൽപ്പെട്ടതാണ് ഒരു പടി നേന്ത്രപ്പഴം, ഒരു പിടി മുന്തിരി, ഒരു ആപ്പിൾ. അതാണ് ഈ പറയുന്നത്, മുള്ളുള്ളതും മുള്ളില്ലാത്തതും. ചിലത് എണ്ണി പറഞ്ഞു. ആ കൺസെപ്റ്റ് ഇന്നും മാറുന്നില്ല. ഇങ്ങനെ മനുഷ്യന്റെ ആധുനികമായ തൃഷ്ണകളെ എന്തൊക്കെയാണോ സംതൃപ്തിപ്പെടുത്തുന്നത്, അതേ കാര്യം തന്നെയാണ് ഖുർആൻ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞതും. മനുഷ്യ മനസ്സ് അവിടെ നിന്ന് ഒരിഞ്ച് മുന്നോട്ട് പോയിട്ടില്ല. എന്താണ് അതിന്റെ ഏകാർത്ഥം? എന്താണ് അതിന്റെ ഏകാർത്ഥം? ഏകാർത്ഥം മനുഷ്യൻ മാറുന്നില്ല എന്നാണ്. അതും നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഫിലോസഫിയാണ്, തിയോളജിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. മനുഷ്യൻ മാറരുത്, അപ്പോഴേ ഈ അൽ കിതാബിന് പ്രസക്തിയുള്ളൂ. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്നുള്ളത്.
ഇവിടെയുള്ള ലോക്കൽ കോളാമ്പി ചാനലിലെ എക്സ് മുസ്ലിം മുതൽ ഒരുപക്ഷെ അന്താരാഷ്ട്ര പ്രമുഖരായ നിരീശ്വരവാദത്തിന്റെ ആർച്ച് ബിഷപ്പുമാർ വരെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, 7-ാം നൂറ്റാണ്ടിലെ കൂറ കിതാബ് വെച്ചിട്ടാണോ ഈ സമുദായം പുതിയ കാലത്തെ നേരിടുന്നത് എന്ന്. മനുഷ്യൻ മാറിയില്ലേ? മനുഷ്യൻ മാറിയില്ല എന്നുള്ളതിന് പരശതം ഖുർആനികമായ പ്രമാണം പറയാൻ പറ്റുന്നതിന്റെ ഒരു ഉദാഹരണമാണിത്. മനുഷ്യൻ മാറിയിട്ടില്ല. ഉപകരണം മാറി, ഉപായം മാറി, സാങ്കേതിക മാറി, പക്ഷേ ഫ്രം ദ ഫസ്റ്റ് ഹോമോസാപ്പിയൻ ടു ദ ലാസ്റ്റ് ഹോമോസാപ്പിയൻ മനുഷ്യന്റെ ഫണ്ടമെന്റൽ ലീഡ്സ് ഒന്നാണ്, മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ്സ് ഒന്നാണ്, മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ്സ് ഒന്നാണ്. മനുഷ്യൻ ഒരിക്കലും മാറില്ല. ഒരു വാക്കിന് കൂടി ഏറെ പറഞ്ഞാൽ മനുഷ്യനെ എന്നും ഏത് കാലത്തെടുത്ത മനുഷ്യനെ എടുത്തു നോക്കിയാലും 12 ആവശ്യങ്ങളാണ് മനുഷ്യനുണ്ടാവുക. ആവശ്യമാണെങ്കിൽ നമുക്ക് തുടർന്ന് വിശദീകരിക്കാം. ഞാനിത് പറയുന്നത് പുതിയ കാലത്തിന് എന്തിന് പഴയ കിതാബ് എന്ന് ചോദിച്ച്, ഗോത്രകാലത്തെ ഗ്രന്ഥമല്ലേ, 6-ാം നൂറ്റാണ്ടിലേതല്ലേ, 7-ാം നൂറ്റാണ്ടിലേതല്ലേ, ഇത് പുതിയ യുഗമല്ലേ, ആധുനിക യുഗമെന്ന് വേറെ, പ്രാക്തന യുഗമെന്ന് വേറെ, ഉത്തരാധുനിക യുഗമെന്ന് വേറെ, തമാശക്കാരോ പറയുന്നത് കേട്ടിത് തർക്കുത്തരാധുനിക യുഗമാണെന്ന്, അതൊന്ന് വേറെ. അങ്ങനെ മനുഷ്യനെ ഖണ്ഡമായി സെഗ്മെന്റേഷൻ ചെയ്യുന്നതിനോട് ഇസ്ലാമിന് യോജിപ്പില്ല. ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളെ നമുക്ക് സെഗ്മെന്റേഷൻ ചെയ്യാം, കയറിപ്പോകുന്ന വാഹനങ്ങളെ ചെയ്യാം, ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ ചെയ്യാം. മനുഷ്യൻ ഫണ്ടമെന്റലി മാറുന്നില്ല. എന്തുകൊണ്ട്? ആദം നബി മുതൽ ഈ സംസാരിക്കുന്ന ഞാനടക്കം, കേൾക്കുന്ന, ഇരിക്കുന്ന, പങ്കെടുക്കുന്ന നമ്മളടക്കം ആരെ എടുത്ത് നോക്കിയാലും 12 ആവശ്യം. എന്താണ് മനുഷ്യന്റെ പ്രാഥമികമായ ദ ഫണ്ടമെന്റൽ ബേസിക് നീഡ് ഓഫ് ഹോമോസാപ്പിയൻ ഈസ് ഗെറ്റിംഗ് എ സൗണ്ട് സ്ലീപ്പ്. മനോഹരമായ ഉറക്കം കിട്ടുക എന്നുള്ളതാണ് മനുഷ്യന്റെ ഒന്നാമത്തെ ആവശ്യം. അകത്തേക്ക് കുടിച്ച വെള്ളം പുറത്തേക്ക് ഒഴിക്കുക എന്നുള്ളതാണ് 2ാമത്തെ ആവശ്യം. വെള്ളം കുടിക്കുക എന്നുള്ളതാണ് 3ാമത്തെ ആവശ്യം. കാഷ്ടിക്കുക എന്നുള്ളതാണ് 4ാമത്തെ ആവശ്യം. ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് 5ാമത്തെ ആവശ്യം. പ്രായമുള്ളവരും കുട്ടികളുമാണെങ്കിൽ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ ആവശ്യമായ വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് 6ാമത്തെ ആവശ്യം. മിഡിൽ ക്ലാസ് ആണെങ്കിൽ, നമ്മുടെ ഏജ് ആണെങ്കിൽ, ഈ പറയുന്ന മെറ്റബോളിക് പ്യൂബർട്ടി നിലനിൽക്കുന്ന ഏജ് ആണെങ്കിൽ ലൈംഗികതയാണ് 6ഉം 7ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഈ ആവശ്യം. ഈ 8ആണ് മനുഷ്യന്റെ പാർപ്പിടം എന്ന് പറയുന്ന ആവശ്യം വരുന്നത്. അതൊരു വീടാകണമെന്നില്ല, കൂടാകാം, പൊത്താകാം, മാളമാകാം, ദ്വാരമാകാം, റെയിൽവേ പറമ്പോക്കാകാം, കടന്നിറങ്ങാൻ ഒരു കൂര. ഇത് മുഴുവനും സാധിച്ചാലാണ് മനുഷ്യന്റെ 9ാമത്തെ ആവശ്യം. 9ാമത്തെ ആവശ്യം എന്റർടൈൻമെന്റ് എന്നുള്ളതാണ്, വിനോദം എന്നുള്ളതാണ്. വിനോദം 4 വിധം: കല, കായികം, സംഗീതം, ലഹരി. ഈ 12 അല്ലാത്ത 13ാമത്തെ ആവശ്യം ശ്വാസം കഴിക്കുന്ന ജീവനുള്ള ഒരു മനുഷ്യന് എന്നുമേ ഭൂമിയിൽ സാധ്യമല്ല, അന്നും സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. ഈ എന്റർടൈൻമെന്റ്, കല, കായികം, സംഗീതം, ലഹരി എന്ന് പറയുമ്പോൾ ലഹരി, പല ലഹരികൾ: അക്ഷരലഹരി, ആശയലഹരി, സാമ്പത്തിക ലഹരി, അധികാര ലഹരി, പണലഹരി, ആൺലഹരി, പെൺലഹരി, എല്ലാ അർത്ഥങ്ങളിലുമുള്ള നാർക്കോട്ടിക് ആൻഡ് നോൺ നാർക്കോട്ടിക് ലഹരികൾ. ഇങ്ങനെ മനുഷ്യനെ എന്നും ഒരേ ഡിസൈനിൽ, ഒരേ അച്ചിൽ, ഒരേ ഘടനയിലാണ് അള്ളാഹു പ്രകൃതിയെ സംവിധാനിച്ചിട്ടുള്ളത്. അതാണ് ഈ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സ്വർഗം എന്ന കൺസെപ്റ്റിന്റെയും ഒരു പ്രസക്തി. 1400 കൊല്ലം മുമ്പ് അള്ളാഹു നിങ്ങൾക്കിത് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ കൗതുകപ്പെട്ട ആ കൗതുകം ഇന്നും ബാക്കിയാണ്. അതാണ് എൻ്റെ പോയിന്റ്. ആ കൗതുകം ഇന്നും ബാക്കിയാണ്. കയറിയ വാഹനം മാറി, കഴിക്കുന്ന ഭക്ഷണം മാറി, ഉടുത്ത കുപ്പായം മാറി, ഭരിച്ച ചക്രവർത്തിമാർ മാറി, നിലകൊള്ളുന്ന സംസ്കാരം മാറി, സർവ്വതും മാറി. മാറ്റമല്ലാത്ത സകലതും മാറി എന്ന് പറഞ്ഞതുപോലെ. പക്ഷെ ഒന്ന് മാറിയില്ല, മനുഷ്യന്റെ ആനന്ദ സങ്കല്പം മാറിയില്ല. മനുഷ്യൻ ഇന്നും വേണ്ടത് പച്ചപ്പാണ്, ഇന്നും വേണ്ടത് ജലാശയമാണ്, ഇന്നും വേണ്ടത് മാസ്റ്ററുടെ സംതൃപ്തിയാണ്, അവരെ കുറിക്കുന്ന ഇംപ്രഷനാണ്. ഈ നൂതനത്വമാണ്, ഈ നിത്യനൂതനത്വമാണ്, ഈ ഫങ്ഷണാലിറ്റിയാണ് വിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് എഴുജാസുകളുടെ ആ പലമയിലെ ഒരൊറ്റ ഉദാഹരണം. തൽക്കാലത്തേക്ക് ഞാൻ എൻ്റെ ഈ പ്രസന്റേഷൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.